അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ അടുക്കളയിൽ ചില പണികളൊക്കെ ഒരുക്കി വെക്കാറില്ലേ? അതൊക്കെ എനിക്ക് ഇച്ചിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അടുക്കളയിൽ കയറുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും മനസ്സൊക്കെയാണ്. അന്ന് പെട്ടെന്ന് പണികൾ അങ്ങ് ചെയ്ത് തീരും. ഇതിപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഈ ഒരു ശീലം അങ്ങനെ പഠിച്ചു തുടങ്ങിയത്. ഇപ്പോൾ സ്കൂൾ പൂട്ടിയപ്പോഴും എനിക്ക് ഈ ഒരു ശീലം മാറ്റാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്കൊരുപാട് സമയം വെറുതെ ഇരിക്കാൻ പറ്റും പണികളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു നാളെ ഉപ്പേരി ഉണ്ടാക്കുന്നത് മുരിങ്ങയിലയാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയില ശരിയാക്കി വെച്ചു. പിന്നെ ഇവിടെ തലേദിവസമാണ് മീൻ കൊണ്ടുവരിക. അപ്പോൾ അത് നന്നാക്കി കുറച്ച് മീൻ വറക്കാനുള്ളത് അങ്ങ് മസാല പുരട്ടി വെച്ചു. ഇതിപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. ഇവിടെ അത്ര മീനിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. തലേദിവസം മീൻ കൊണ്ടുവന്ന ദിവസം ഞാൻ അപ്പം തന്നെ കറി ഉണ്ടാക്കി വെക്കും കേട്ടോ. തലേദിവസം കറി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് ആ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ മത്തിയായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത്. അത് ഞാൻ മുളകിട്ട് കറി വെച്ചു. പിന്നെ നാളെ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിയും കൂടി അരച്ച് വെച്ചു. അരി അരച്ച് വയ്ക്കുന്ന നേരം വഴുകിയതാണ്. അപ്പോൾ നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി പോയി കിടന്നുറങ്ങിയാലോ. ഗുഡ് നൈറ്റ്.